എന്റെ പേര് ശ്യാം പ്രകാശ്. ശ്യാം പ്രകാശ്. പറ ശ്യാം, എന്റെ കാര്യങ്ങൾ കിട്ടി. എന്താണ് ക്ലാസ്സിനെ കുറിച്ചുള്ള ആകെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. ആ ഐഫോൺ എന്ന് പറഞ്ഞ ഫോൺ അയച്ചിട്ടും കൂടി ഇല്ല മര്യാദ. ഒരു എക്സ് അയച്ചിട്ടുണ്ട്, ആ പൊട്ടിച്ചിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ലാണ്ട്. ആ ആ ശരിക്കും പറഞ്ഞാൽ 15 Pro CPU ലെവൽ വരെ എത്തിയെന്ന് പറയുമ്പോ തന്നെ എന്താ പറയാ, ഒരു ഭാഗ്യം തന്നെ. ഞാൻ വിചാരിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചില്ല. ഒരു ചിപ്പ് ലെവൽ ടെക്നീഷ്യൻ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫോൺ ടെക്കിന്റെ എങ്ങനെയാണ് ഐഫോൺ ബാച്ചിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഐഫോൺ ബാച്ച് ഞാൻ എടുക്കണ വേണ്ടെന്നുള്ള ഡൗട്ടിലായിരുന്നു. അതെ, ആൻഡ്രോയിഡ് മാത്രം വന്നിട്ട് എടുത്ത ഒരാളാണ്. എന്റെ ഐഫോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കണോ വേണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ തീരുമാനിച്ചത്? ആൻഡ്രോയിഡ് നല്ല കിട്ടിയോണ്ടാണോ അല്ല എപ്പോഴും ഒരു കോൺഫിഡൻസ് തോന്നിയ എടുക്കണമെന്ന്? മെയിനായിട്ട് പൈസ ഇല്ലായിരുന്നു. പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് മാക്സിമം ഐഫോൺ കൂടി പഠിക്കും എന്നുള്ളൊരു ആഗ്രഹം വന്നാണ്. കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി ഇത് ഐഫോൺ എടുക്കാണ്ട് പോയി തന്നെ നഷ്ടം എന്നുള്ള ഒരു ഫീൽ വന്നു. എങ്ങനെയും പൈസ ഒപ്പിച്ചിട്ട് ഞാൻ ഐഫോണും കൂടി ചേർന്നത് വെറുതെ ഇല്ല. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു ഫീഡ്ബാക്ക് ഇങ്ങനെ കിട്ടിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ആൻഡ്രോയിഡിന് വരുന്നവര് ഒരു നല്ല ശതമാനം ആൾക്കാരും ഐഫോണിനും എടുക്കും. അല്ല, ഇവിടെ ആൻഡ്രോയിഡിന് വന്നിട്ട് ഐഫോൺ എടുത്തവർ വേറെ ഉണ്ടോ? വേറെ ആരാ? ഇവരുണ്ട്. ഇതാണ് ഇവിടെ ആൻഡ്രോയിഡ് നോക്കി വരാം. പക്ഷെ ആൻഡ്രോയിഡ് ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ഐഫോൺ ചെയ്യാതെ പോകുന്നത് അർത്ഥം.